ആദ്യം സ്വന്തം രാജ്യത്തെ വഖഫ് ബില്ലിലെ ന്യൂനതകൾ പരിഹരിക്കൂ, എന്നിട്ടാകാം ഇന്ത്യയെ തിരുത്തൽ. വഖഫ് നിയമം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനാണ് എന്ന പാകിസ്ഥാന്റെ പ്രസ്താവനയെ ചവറ്റുകുട്ടയിലെറിഞ്ഞ് ഇന്ത്യ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലെ സ്വന്തം ദയനീയമായ ചരിത്രം പരിശോധിക്കൂ എന്ന് ആഞ്ഞടിക്കുകയായിരുന്നു ഇന്ത്യ. എന്തുകൊണ്ട് പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഒരക്ഷരം പറയാൻ അവകാശമില്ല എന്നതിന് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്ന വിശദീകരണങ്ങൾ ഇങ്ങനെ: കുവൈറ്റ്, ഖത്തർ, UAE, ഒമാൻ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി, ബംഗ്ലാദേശ്, ബഹ്റൈൻ, ഇറാൻ, മാലദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിൽ വഖഫ് ഭരണത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തിനുള്ള വ്യവസ്ഥകളില്ല. വഖഫ് ഭേദഗതി ബിൽ 2024 ഇന്ത്യ ഈ വിടവ് നികത്തുകയും വഖഫ് ഭരണത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും ചെയ്യുന്നു. പല രാജ്യങ്ങളിലും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾക്ക് വഖഫ് ഭരണത്തിൽ പ്രത്യേക പ്രാതിനിധ്യം നൽകുന്നില്ല. എന്നാൽ ഇന്ത്യൻ ബിൽ ഷിയ, സുന്നി, ബോറ, ആഗാഖാനി തുടങ്ങിയ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് വഖഫ് നടത്തിപ്പിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നുണ്ട്. അതുപോലെ കേന്ദ്രീകൃതമായ ഡാറ്റാബേസ്, സർവേ, കൃത്യമായ രേഖകൾ, വഖഫ് സ്വത്ത് അന്യാധീനപ്പെടാതിരിക്കാനും ദുരുപയോഗം ചെയ്യാതിരിക്കാനുമുള്ള നിയമങ്ങൾ, സാമ്പത്തികമായ സുതാര്യത തുടങ്ങിയ എല്ലാ വശങ്ങളും ഇന്ത്യയിലെ വഖഫ് ബില്ലിലുണ്ട്. എന്നാൽ ഈ നിബന്ധനകൾ ഒന്നുപോലും പാകിസ്ഥാനിൽ ഉൾപ്പെടെ പല മുസ്ലിം രാജ്യങ്ങളിലെയും വഖഫ് നിയമത്തിലില്ല എന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയുള്ള പാകിസ്ഥാന് ഇന്ത്യയുടെ പുതിയ നിയമ ഭേദഗതിയെ പറ്റി ഒരക്ഷരം മിണ്ടാൻ പോലും അവകാശമില്ല. മിക്ക മുസ്ലിം രാജ്യങ്ങളെയും താരതമ്യപ്പെടുത്തിയാൽ സമഗ്രമായ നിയമങ്ങളാണ് ഇന്ത്യയിലെ പുതുക്കിയ വഖഫ് ഭേദഗതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ നിയമം മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങൾക്കാകെ മാതൃകയായ ഒന്നാണ്. കൃത്യമായ കണക്കുകളോടെ അമിത് മാളവ്യ അറിയിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന പാകിസ്ഥാന്റെ പ്രവണത നിർത്തണം. പാകിസ്ഥാൻ സ്വന്തം കാര്യം നോക്കിയാൽ മതി എന്നും സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അവർ ചെയ്യേണ്ടത് എന്നും ഇന്ത്യ ആവർത്തിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ല. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലെ ദയനീയമായ ചരിത്രം പാകിസ്ഥാൻ പരിശോധിക്കണമെന്നും ഇന്ത്യ ഓർമ്മിപ്പിച്ചു. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം 2025 കുറിച്ചുള്ള പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുകയായിരുന്നു. വഖഫ് നിയമം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനാണ് എന്നായിരുന്നു പാകിസ്ഥാൻ അധികൃതരുടെ പ്രസ്താവന. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ച് പാകിസ്ഥാൻ നടത്തിയ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങളെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അർഹതയും അവകാശവുമില്ല. മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് പകരം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലെ സ്വന്തം ദയനീയമായ ചരിത്രം പരിശോധിക്കുന്നതാണ് പാകിസ്ഥാന് നല്ലത്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. വഖഫ് ബിൽ 2025 മുസ്ലിങ്ങളെ അവരുടെ പള്ളികളും ദർഗകളും ഉൾപ്പെടെയുള്ള സ്വത്തുക്കളിൽ നിന്ന് പുറത്താക്കാനുള്ള നിയമമാണ് എന്നും ഇത് ന്യൂനപക്ഷങ്ങളെ പാർശ്വവൽക്കരിക്കുകയാണ് എന്നും പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഷഫ്കത്ത് അലി ഖാൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ത്യയുടെ ശക്തമായ പ്രതികരണം വന്നത്. വഖഫ് ബിൽ പാസാക്കിയ ശേഷം BJP IT സെൽ മേധാവി അമിത് മാളവ്യ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമത്തിലെ വ്യവസ്ഥകളെ പാകിസ്ഥാൻ പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ നിലവിലുള്ള രീതികളുമായി താരതമ്യപ്പെടുത്തി വ്യക്തമായ കണക്കുകളും പങ്കുവച്ചിരുന്നു. അതേസമയം UAE വഖഫ് ബോർഡ് മുസ്ലിം രാജ്യങ്ങൾക്ക് മാതൃകയാണെന്ന് ഇസ്ലാമിക പണ്ഡിതൻ ഇമാം മുഹമ്മദ് തൗഹീദി പറഞ്ഞതും ഈ അവസരത്തിൽ പ്രസക്തമാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങൾക്ക് അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. UAE വഖഫ് ബോർഡ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് തൗഹീദി പറഞ്ഞു. സുതാര്യത, നിയമപാലനം, മതസഹിഷ്ണുത തുടങ്ങിയ പരമപ്രധാനമായ മൂല്യങ്ങൾ ഈ വഖഫ് ബോർഡ് കാത്തുസൂക്ഷിക്കുന്നു. UAE വഖഫ് ബോർഡ് സമൂഹത്തെയും മാനവികതയും സേവിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഇത് മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വഖഫ് ബോർഡ് സമൂഹത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അത് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തുടരുന്നുണ്ടെന്നും ഉറപ്പാക്കാനും തൗഹീദി ഇന്ത്യൻ മുസ്ലിങ്ങളെ ഉപദേശിച്ചിരുന്നു. തന്റെ വീക്ഷണങ്ങളുടെ പേരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കിടയിൽ തൗഹീദ് വിവാദപരമായ നിലപാടുകൾ പലതവണ സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്ത് വഖഫിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾ അദ്ദേഹം മുൻപ് ചൂണ്ടിക്കാണിച്ചിരുന്നു. കാശ്മീർ വിഷയത്തിലും അദ്ദേഹം ഇന്ത്യക്കൊപ്പം നിന്നിരുന്നു. കാശ്മീർ ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമായിരുന്നില്ല. കാശ്മീർ ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമാകുകയുമില്ല. പാകിസ്ഥാനും കാശ്മീരും ഇന്ത്യയുടേതാണ്. ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്ന മുസ്ലിങ്ങൾ മുഴുവൻ പ്രദേശവും ഹിന്ദു ഭൂമിയാണ് എന്ന വസ്തുതയെ മാറ്റില്ല. ഇന്ത്യ ഇസ്ലാമിനേക്കാൾ പഴക്കമുള്ളതാണ്. പാകിസ്ഥാൻ എന്ന കാര്യം പറയേണ്ടതില്ലല്ലോ, സത്യം പറയൂ എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.